ഹലോ ഗായ്സ്. അപ്പോൾ ഏവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനെ പോകുന്ന നോമ്പ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഉഷാറായിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ നമ്മളിന്ന് നമ്മളെ ഫ്രണ്ടായ അച്ചാൻ്റെ ഒപ്പം ഇന്ന് മഞ്ചേരി വരെ പോവാണ്. അപ്പം നോമ്പ് തുറക്കാനാകുമ്പോൾ എത്തണം. അപ്പം അതിൻ്റെ പോയോക്കട്ടെ കാര്യങ്ങൾ നമ്മൾ പോയിട്ട് വരാം. മഞ്ചേരിക്കാണെന്നാണ് അവൻ പറഞ്ഞത്. ഞാനെന്താ ആവശ്യമാണ് ഇങ്ങോട്ട് കാത്തിക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി പോയിട്ട് വരാം. ഹലോ ഗേസ്, അപ്പം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പനിക്കാരനെ കൂട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറയാനുള്ളത് അജ്മലെ? ആവശ്യത്തിനല്ല പോണേ, വെറുതെ പോയി നോക്കുക. പെരുന്നാളൊക്കെ അല്ലേ വരുന്നേ, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ എവിടെയൊക്കെ പോകണം. ഈ നോമ്പിന് ഈ വണ്ടിമ്മല് പോയി എവിടെയൊക്കെ പോയി ഇരിക്കണം, ഇരിക്കുക, അതുപോലെ റൈഡ് ചെയ്യുക, അതൊരു വേറെ മൂഡാണ്. അല്ല അത് നോമ്പ് തുറന്നിട്ടാട്ടോ, തിന്നലൊക്കെ നോമ്പ് കഴിഞ്ഞിട്ടാണ്. അതെ, അതല്ല നോമ്പ് നോറ്റാണ്ട് ആ കാലിവാറായിട്ട് നമ്മള് എന്താ പറയാ ഒരേ സ്ഥലത്ത് ഇങ്ങനെ പോയി കുത്തിറക്കുമ്പോ അതൊരു വേറെ ഫീൽ വേറെ ഫീൽ ഉണ്ട്. ഒന്നും പറയാം. സംസാരിച്ചിങ്ങനെ വണ്ടിമ്മ പോയി കുത്തിറക്കിയ നോമ്പായിട്ട് നമുക്ക് കഴിക്കണേനെ പറ്റി ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് അത്രേ വരുള്ളൂ. നോമ്പായതിനോട് നമുക്ക് കഴിക്കണേനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ പറ്റൂല. അതായത് അപ്പൊ റൈഡ് പറ്റൂ. അപ്പൊ നമ്മളിപ്പോ പോണത് മഞ്ചേരിക്കാണ്. നമ്മളിപ്പോ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മഞ്ചേരിയിലേക്കാണ്. അവിടെ അജ്മലുണ്ട്. അജ്മലിൽ ഇപ്പൊ എന്താ പറയാനുള്ളേ? എന്താ പറയാന്ന് വെച്ചാല് മഞ്ചേരിക്ക് പോയത് എന്താ ഇവരെ നോമ്പിന് ക്ഷീണൊക്കെ ഉണ്ടോ? അല്ല, ഇപ്പൊ എല്ലാ നോമ്പും കിട്ടിയ എനിക്ക് ഇന്ന് മൂന്നാമത്തെ നോമ്പാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് തന്നെ പോകട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഉഷാറായിട്ട് തന്നെ പോകട്ടെ. ക്ഷീണങ്ങളോ കാര്യങ്ങളൊന്നും അല്ലാതെ ഉഷാറായിട്ട് തന്നെ പോകാൻ കഴിയട്ടെ. അല്ല നല്ലത്. ഇപ്പൊ കേരള സ്റ്റോറി കണ്ടിട്ട് എന്താണ് എന്റെ അഭിപ്രായം? അത് പറയും. സ്റ്റോറി കണ്ടിട്ട് എന്താ പറയാ, ബീഫ് എന്താ കുറച്ചും കൂടി കഴിക്കാൻ തോന്നിയോ, അതോ കഴിക്കണ്ടെന്നാണോ? അപ്പൊ എനിക്കതിന് പ്രത്യേകിച്ച അഭിപ്രായം ഒന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു. എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ കണ്ടപ്പോ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കഴിക്കാൻ തോന്നി. അല്ലെങ്കിൽ ഒരു പെണ്ണിന് അങ്ങനെ ഈ ഇറച്ചി മാത്രം കൊടുത്താൽ തെറ്റല്ലേ? അതിന്റെ ഒപ്പം എന്തെങ്കിലും കൂടെ കൊടുക്കണ്ടേ? വണ്ടി പടം കണ്ടപ്പോലെ ഒന്നുകൂടി വലിക്കാൻ തോന്നി പറഞ്ഞാലേ ആ പടം കണ്ടിട്ട് എല്ലാവർക്കും വലി നിർത്താനില്ല, ഒന്നുകൂടി വലിക്കാനോ കൂടുതൽ. അപ്പൊ മുന്നിൽ കാണിച്ചു കൊടുക്കും, അതായത് റോഡിൽ കാണിച്ചു കൊടുക്കും. ഇന്ന് ഗായ്സ് അപ്പൊ നല്ല മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട്. നല്ല മഴയല്ല, ചെറുതായിട്ട് കാലാവസ്ഥ വെയിൽ മാറിയാണ്ട് ചെറുതായിട്ട് മഴ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നൈറ്റോ ഈവനിങ്ങൊക്കെ എന്താ അവസ്ഥ അറിയില്ല. ഞങ്ങളിപ്പോ കോട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എന്താ ആവും അറിയില്ല. ഇനിയിപ്പോ കൂടുതൽ പേര് നമ്മളെ കയറിക്കേണ്ടി വരില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി അച്ചായന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് വണ്ടി എടുക്കണത്. എങ്ങനെയാണ് എടുക്കണ്ടേ? ഔ, ഇതിന്റെ ഒരു സുഖല നോമ്പ് പറ്റാണ്ട് ഇങ്ങനെ വണ്ടിമ പോകുമ്പോ അല്ലേ, വേറെ മൂഡ്. കുറച്ച് നല്ല പോ, സൗണ്ട് കേൾക്കില്ല. അപ്പൊ ഞങ്ങൾ ഓൺ ദ വേ ആണ് മഞ്ചേരിക്കുള്ള. നേരത്തെ വീഡിയോസ് എടുത്തത് അച്ഛനായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അവിടെ എത്തിയിട്ട് കാണാൻ ബാക്കി കാര്യങ്ങളൊക്കെ. ഇവന് വിളിച്ചാണ്ടൊന്ന് മഞ്ചേരി പോവല്ലേ എന്ന് പറഞ്ഞു. എന്തിനാ പോണെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മള് പോയി നോക്കുക ഗൈസ്. എല്ലാരും പോണ്ടേ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് കാലാവസ്ഥ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. വെയില് ഈ നേരത്തൊക്കെ സാധാരണ എന്തായാലും ഞാനൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്ന് കുറച്ച് കാലാവസ്ഥ മാറി അല്ലേ, ചെറുതായിട്ട് മഴ കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. ചെറിയൊരു മഴ. ഇനിയിപ്പോ രാത്രി ഇതിലും ശക്തിയോടുകൂടി മഴ പെയ്യുമോന്ന് അറിയില്ല. അപ്പൊ ഏതായാലും നമുക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ ഇപ്പൊ ഈ ഒരു ചെറിയ ആലോചിച്ച് നോക്കിയാ, ഈ ഒരു ചെറിയൊരു ഇതില് അല്ലേ ആ മണ്ണിന്റെ മണം ഒക്കെപ്പാടെ കൂട്ടി കളിച്ചാണല്ലോ വേറെ മൂടെ. പക്ഷെ നോമ്പായി പോയി, നമുക്ക് കളിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. ഇൻഷാല്ലാ നോമ്പൊക്കെ ആയിട്ട് നമുക്ക് പൂർവാധികം ശക്തിയോടെ ബൂട്ട് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മള് വരുന്നതാണ്. അപ്പൊ അതെല്ലാം നമ്മള് പോയി നോക്കാം. അപ്പൊ
അപ്പോ നമ്മള് മഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ കറക്റ്റ് ഇപ്പടിക്കണ്ട ഇത് വിട്ടോ. നമ്മുടെ സിസ്മി ഹൈപ്പർ മാർക്കറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. നല്ല വയ്ക്കും ഓരോ വണ്ടിക്കാരെ ചാർത്തും. സത്യത്തിൽ നമ്മളൊക്കെ പോണേ ഇവനെന്നെ അറിയില്ല എടുക്കാ പോണത്. അങ്ങ പോവുണ്ട്. തോന്നണിപ്പോ ഒറ്റ മൈൻഡില് വൈബടിച്ച് ഇറങ്ങിയാന്നൊക്കെ തോന്നുന്നുണ്ട്. നമ്മള് കട്ട് ചെയ്യടാ, അത് പേടിക്കണ്ട. ഇതൊക്കെ ജസ്റ്റ് ക്ലിപ്പുകള് കൂട്ടാനുള്ള പരിപാടിയല്ലേ. പക്ഷെ 0.5 എടുത്തിട്ട് എന്താ വൃത്തിയാരോ എന്ന് വെച്ചാല് നമ്മള് നിസ്കരിക്കാനും വേണ്ടി ഇപ്പോൾ പള്ളിക്ക് വന്നിക്കാണ്. ഇവിടെ മുള്ളമ്പാറുള്ള ഒരു പള്ളിക്ക് വന്നൊക്കെയാണ്. അപ്പം അച്ഛൻ്റെ ഒരു ആവശ്യത്തിനാണ് വന്നത്. അച്ഛന് ആവശ്യം ഇതിൽ വ്ളോഗിൽ പറയരുത് നിന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യം നമ്മളിതിൽ പറയുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി എസർ സ്കെച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മളെ പള്ളി. സ്കെച്ചിട്ട് വരാം. വെള്ളംപാറ നിസ്കാരം കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്. ഏകദേശം നിസ്കാരം ഇതാക്കിയിട്ടുണ്ട്. അത് നമ്മളെ ലൊക്കേഷനിൽ തന്നെ പോവാണ്. ചെറിയൊരു പള്ളി, നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടാറ് പള്ളി കേട്ടോ. മുള്ളമ്പാറുള്ള നല്ലൊരു പള്ളി. അപ്പോൾ നമ്മളെ ചാനൽ അടുത്തേക്ക് തന്നെ പോവാണ്. ഓക്കെ, നമ്മള് മഞ്ചേരിന്ന് തിരിക്കാണ്, നാട്ടിക്ക് തിരിക്കാണ്. ഓക്കെ, നമ്മള് മഞ്ചേരി ഒരു ആവശ്യത്തിന് കഴിഞ്ഞു. നേരെ വീട്ടിൽ കഴിഞ്ഞ് നോമ്പറക്കാന് വീട്ടിക്ക് പോവാണ്. വീട്ടിക്ക് എത്തണം. നമ്മൾ 5:30 നമുക്കൊരു 6:30 ആകുമ്പോൾ എത്തിയ ടൈമുണ്ട്. അപ്പൊ ഓക്കെ, പുതിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. See you guys.